ഞാനിതാ പരിപ്പെല്ലാം ആ കുക്കറിൽ നിന്ന് എടുത്തിട്ട് 4 വിസിൽ വന്ന ശേഷം വിസിലെല്ലാം ഗ്യാസ് ഓഫാക്കിയിട്ട് വിസിലെല്ലാം പോയ ശേഷം ഞാനിതാ കുക്കറിൽ നിന്ന് എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചൂടാറിയ ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം മിക്സി ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഞാനപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം ഇത് ഒരുപാട് പേസ്റ്റായിട്ട് അരിഞ്ഞു പോയാൽ കഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് ഞാൻ ആ ചൂടോടുകൂടി തന്നെ ഒരു കയ്യിൽ വിട്ടിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഉടച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമുക്കിതൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം. ഒരു തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാനിതാ തവി കൊണ്ട് തന്നെ പരിപ്പൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. തവി കൊണ്ട് ഉടച്ചെടുത്തപ്പോൾ തന്നെ നമുക്കതാ ഈ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി. നമ്മുടെ ബാക്കി ഇതിലേക്ക് വേണ്ട ചേരുവകളെല്ലാം ഞാനിതാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ 1 ടേബിൾ സ്പൂൺ നെയ്യുണ്ട്, ആവശ്യത്തിന് വേണ്ട ഏലക്കയുണ്ട്, ഒരു 1/4 കപ്പ് ശർക്കരപ്പൊടിയുണ്ട്. പിന്നെ ഞാനിതാ വാഴയിലയിലേക്ക് ഒരല്പം നെയ്യ് തടവി കൊടുത്തിട്ട് ഇതിന്ന് ഒരു റോള് മാവെടുത്തിട്ട് ഒരു ഉണ്ട മാവെടുത്തിട്ട് വാഴയിലേക്ക് വെച്ചിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ വലിപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. അങ്ങനെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആ പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉടച്ച് വെച്ചിരിക്കുന്ന ആ പരിപ്പിനെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി നെയ്യും ആ പരിപ്പും കൂടെ ചേർന്ന് വരുന്നവരെ ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ജാഗരി പൗഡർ, ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ശർക്കരയും ആ നെയ്യും